പൈസ പോകുമ്പോൾ വാങ്ങിക്കോളൂ. അവരെ മതിയാ വിവിധ രാഷ്ട്രീയ പാർട്ടി വ്യക്തികളെ, ഹരിതസേന അംഗങ്ങളെ, ആശാവർക്കർമാരെ, ഉദ്യോഗസ്ഥരെ, സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് പതിവായി വലിച്ചെറിയൽ വിരുദ്ധ ദിനം ആചരിക്കുകയാണ്. ഈ 1 മുതൽ 7 തീയതി വരെ. നമ്മളൊരു കടയിൽ നിന്ന് ഒരു പാക്കറ്റ് 1 കിലോ പഞ്ചസാര വാങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ കവറ്, ആ പഞ്ചസാര നമ്മുടെ വീടുകളിലുള്ള ഹോട്ടലുകളിൽ നിറച്ച് ആ കവറ് വളരെ ഭദ്രമായി നമ്മുടെ ജൈവ വസ്തുക്കളിൽ പാക്കറ്റിൽ കവറിൽ സൂക്ഷിച്ചാൽ അത് ഹരിതസേനാംഗങ്ങൾ അത് വന്ന് സ്വരൂപിച്ചു പോകും എന്നുള്ളൊരു ബോധം സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കണം. ഒരു വിരുദ്ധ ദിനം ആചരിച്ചതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കും. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്നത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതേപോലെ ഈ ഹരിതസേനാംഗങ്ങളും വീടുകളിൽ കയറി ചെല്ലുമ്പോഴും അതേപോലെ കടകളിൽ ചെന്നുമ്പോഴും ഈ കാര്യത്തെപ്പറ്റിയുള്ള ബോധവൽക്കരണം കൂടി നൽകിയാൽ നേരത്തെ ഉണ്ടായിരുന്നതിലും വളരെ നല്ല രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ നീങ്ങുന്നതാണ്. മുമ്പൊക്കെ നമുക്കറിയാം, ടൗണിൽ കുറേ കടയുടെ മുമ്പിൽ ഒരുപാട് പ്ലാസ്റ്റിക് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ വിദ്യാലയങ്ങളുടെ മുമ്പിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്ലാസ്റ്റിക്കുകളൊക്കെ കാണാം. ഇന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ജനം അതിലേക്ക് അത് തെറ്റായ പ്രവണതയാണ് എന്ന് ജനം തിരിച്ചറിയുന്നു. ഈ കാര്യങ്ങൾ നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ മക്കളിലും അതേപോലെ സ്കൂളിലെ വിദ്യാർത്ഥികളിലും ഇത് നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ വരും തലമുറക്ക് നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താത്തോടുകൂടി നമ്മുടെ ജീവിതശൈലിയെ മാറ്റിയെടുക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ മനസ്സിലാക്കുന്ന. എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായും ബോധവാന്മാരായാൽ മാത്രം പോരാ, ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഒരു പഴയ വസ്തു വലിച്ചെറിയുന്നത് കണ്ടാൽ അത് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു സന്മനസ്സെങ്കിലും നമ്മൾ കാണിച്ചാൽ നമ്മുടെ രാജ്യവും നമ്മുടെ പ്രദേശവും നമ്മുടെ വീടും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് തുടങ്ങിയാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. നാട്ടിൽ നടപ്പിലാക്കിയ രാജ്യത്ത് നടപ്പിലാക്കാൻ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അതിന് എല്ലാവരും മുൻകൈയെടുക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ വിരുദ്ധ ദിനം പരിപാടി ഐതിരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച റാലിയും അതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഐതിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമീദിക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എൻ്റെ സ്വാഗതം ആശംസിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ലലിക, ഇതുപോലെ നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസ്രഫ് വെളിലാട്ട്, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഗോകുൽ RP, ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന കുഞ്ഞിരാം മാസ്റ്റർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും
ആസൂത്രണ സമിതി ഉപാധ്യക്ഷമായ ശ്രീ മച്ചാട്ട് കുഞ്ഞബ്ദുള്ള, ബഹുമാന്യ അധ്യക്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് മാസ്റ്റർ, പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത, വാർഡ് മെമ്പർമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മച്ചാർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, ഹരിതകർമ്മ സേനാംഗങ്ങളെ, ആരോഗ്യ പ്രവർത്തകരെ, ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ കേരളം വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. 2025 മാർച്ച് 30 കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലമായി പല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നടത്തി വരികയാണ്. കുറേ ബോധവൽക്കരണ പരിപാടികൾ തുടക്കത്തിൽ നമ്മൾ നടത്തി. അതിനുശേഷം കുറേ നിയമനിർമ്മാണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ അനിവാര്യമായ ചുമതലയിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ താഴോട്ടേക്ക് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ കോർഡിനേഷൻ എന്നുള്ള നിലക്ക് ഗ്രാമപഞ്ചായത്തുകൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആളുകളിലൂടെ ഇത് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ മാസം ചേർന്ന സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ഈ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിയപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ മാറ്റങ്ങൾ വന്നതായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മാലിന്യ കൂമ്പാരം ഇപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഇടവഴികളിലൊക്കെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പുഴയിലേക്കും തോടുകളിലേക്കും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ ജലം മലിനമാക്കുന്ന പ്രക്രിയ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവശേഷിക്കുന്ന മുഖ്യമായ പ്രശ്നം നമ്മുടെ മനോഭാവത്തിൽ വരേണ്ട ഒരു മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് വലിച്ചെറിയൽ മുക്തമാണ്. മറ്റൊക്കെ നമ്മൾ മാറിയെങ്കിലും ആ ശീലം മാറി വന്നിട്ടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുപ്പിവെള്ളം വാങ്ങിയാൽ വെള്ളം കുടിച്ചതിന് ശേഷം കുപ്പി റോഡിലോ വഴിയിലോ ഇടുന്നൊരു സ്വഭാവം. മിഠായി നിന്ന് കഴിഞ്ഞാൽ കുട്ടികളായാലും വലിയവരായാലും അതിൻ്റെ പാക്കറ്റ് പുറത്ത് ചാടുന്നൊരു സ്വഭാവം. ബിസ്ക്കറ്റ് വാങ്ങി കഴിച്ചാൽ അതിൻ്റെ പാക്കറ്റ് റോഡ് പുരട്ടുന്ന ആ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല എന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അതിന് മാറ്റം വരാത്തിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്താതെ ഈ പ്രവർത്തനങ്ങൾ നിലച്ചു പോകരുത് എന്നുള്ളതുകൊണ്ട് സർക്കാർ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ പ്രവർത്തനത്തിന് രൂപം കൊടുത്തു. ജനുവരി 1 മുതൽ 7 വരെയുള്ള കാലയളവിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആചരിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു.